എപ്പിസോഡ് ആരംഭിക്കുന്നത് ലിയെയും ജീമിന്റെ ഫ്രണ്ട്സിനെയും കാണിച്ചുകൊണ്ടാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ ജീമിന്റെ ഫ്രണ്ട്സിന് ലീ പണം കൊടുത്ത് അവരോടായി, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കോളാം, മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ജോലിയും ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. അവൾ നേരെ പോയത് സൊങ്യോനെ കാണാനാണ്. ആദ്യം അവൾ സൊങ്യോനെ പരിഹസിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവൾ അവനെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് പോകുന്നു. ചിസക്വാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതും അവൻ കാണുന്നത് തന്നെയും കാത്തു നിൽക്കുന്ന ജേഹോനെയാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് സ്കൂളിലേക്ക് പോകുന്നു. തന്റെ ക്ലാസ്സിലേക്ക് പോകുന്നുണ്ടായ ചിസക്വാനെ തടഞ്ഞുകൊണ്ട്, നീ ഇനി മുതൽ എന്റെ ക്ലാസ്സിലാ, വിക്ടിമും ബുള്ളിയും ഒരേ ക്ലാസ്സിൽ പാടില്ല എന്ന് പറഞ്ഞ് നിന്നെ എന്റെ ക്ലാസ്സിലേക്ക് മാറ്റിയെന്ന് അവൻ ചിസക്വാനോട് പറയുന്നു. അടുത്ത സീനിൽ സൊങ്യോനെ കാണിക്കുന്നു. ആ സമയം ക്ലാസ്സിലേക്ക് ചിസക്വാൻ കയറി വന്നതും കുട്ടികൾ അവനോട് നിന്നെ ക്ലാസ് മാറ്റിയില്ലേ എന്ന് ചോദിച്ചതും അതിന് മറുപടിയായി അവൻ, അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചതാ, പിന്നെ സൊങ്യോൻ എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, ഞാൻ പ്രിൻസിപ്പാളിനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവന്റെ സീറ്റിൽ പോയിരിക്കുന്നു. സൊങ്യോൻ ചിസക്വാന്റെ അടുത്ത് പോയി സംസാരിച്ചതും ചിസക്വാൻ അവനോട്, ഞാൻ അത് ക്യാൻസൽ ചെയ്യാൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, നീ അതിനെപ്പറ്റി ഓർത്ത് പേടിക്കണ്ട, ഇത് ഞാൻ കാരണമല്ലേ സംഭവിച്ചത്, ഞാൻ തന്നെ ഇത് തീർത്തോളാം. അപ്പോഴാണ് അവിടേക്ക് ജീമിൻ കയറി വന്നത്. അവൻ സൊങ്യോനെ കണ്ട്, നിനക്കെതിരെ സ്കൂൾ വയലൻസിന്റെ പേരിൽ കംപ്ലൈന്റ് പോയതായി കേട്ടല്ലോ എന്നവൻ പറഞ്ഞതും സൊങ്യോനും ചിസക്വാനും കൂടി അവന്റെ വായ പൊത്തി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അവർ മൂന്നുപേരും സൊങ്യോനെതിരെയുള്ള പരാതിയെപ്പറ്റി സംസാരിക്കുന്നു. അവരോട് സംസാരിച്ചു കഴിഞ്ഞ് സൊങ്യോൻ അവിടെ നിന്ന് പോകുന്നു. സൊങ്യോൻ നേരെ പോയത് ജീമിന്റെ ഫ്രണ്ട്സിനെ കാണാനാണ്. കംപ്ലൈന്റ് പിൻവലിക്കാൻ അവൻ അവരോട് പറയുന്നുണ്ടെങ്കിലും അവർ അത് കേൾക്കുന്നില്ല. സൊങ്യോനെ ബുള്ളി ചെയ്തപ്പോൾ എടുത്ത വീഡിയോസും ഫോട്ടോസും ഡിലീറ്റ് ചെയ്തതിന്റെ ധൈര്യത്തിലാണ് അവർ അവനെതിരെ ലീ പറഞ്ഞതനുസരിച്ച് കംപ്ലൈന്റ് കൊടുത്തത്. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ പേടി എന്തിനും കൂടെ നിന്ന ജീമിനെയാണ്. അവനെയും തങ്ങളുടെ സൈഡിലേക്ക് കൊണ്ടുവരാൻ അവർ ജീമിനോട് സംസാരിക്കാനായി തീരുമാനിക്കുന്നു. അവർ ജീമിനോട് സംസാരിക്കുന്നു. നീ ഇപ്പോൾ നല്ല പിള്ള ചമയാൻ നിൽക്കണ്ട, എല്ലാത്തിനും നീയാണ് കാരണമെന്ന് പറഞ്ഞ് ജീമിൻ പറഞ്ഞ് സൊങ്യോനോട് അവർ ചെയ്ത ഓരോ കാര്യങ്ങളും അവർ എണ്ണി എണ്ണി ജീമിനോട് പറയുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് പോയ സൊങ്യോൻ ഓഫീസറോട് ഞാനാണ് വിക്ടിം എന്ന് പറഞ്ഞ് തെളിവ് കാണിക്കാനായി ഫോൺ എടുത്ത് സ്കൂളിന്റെ ഗ്രൂപ്പ് എടുത്ത് നോക്കിയതും സൊങ്യോനെ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോയും അതിലില്ല. എല്ലാ വീഡിയോസും നേരത്തെ തന്നെ ജീമിന്റെ ഫ്രണ്ട്സ് ഡിലീറ്റ് ചെയ്തതാണ്. അവിടെ നിന്നിറങ്ങിയ സൊങ്യോനെ കാണാൻ ദങ്സും ജോങ്ങും വരുന്നു. തനിക്കെതിരെ ഇപ്പോൾ നിലനിൽക്കുന്ന ആരോപണത്തെ പറ്റി അവൻ അവരോട് പറയുന്നു. വീട്ടിലേക്ക് കയറി വന്ന ജീമിനോട് അവന്റെ സിസ്റ്റർ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതും ജീമിൻ അവനോട് ഇന്ന് അവന്റെ ഫ്രണ്ട്സ് പറഞ്ഞ ഓരോ കാര്യങ്ങളായി ഓർക്കുന്നു. ക്ലാസ് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ചിസക്വാൻ സൊങ്യോനോടായി സ്കൂൾ വയലൻസിന്റെ പ്രോബ്ലം എല്ലാം തീർന്നു എന്ന് പറഞ്ഞതും അതെങ്ങനെയെന്ന് സൊങ്യോൻ തിരിച്ചു ചോദിക്കുന്നു. കാരണം സൊങ്യോൻ അറിയാം ചിസക്വാന്റെ അച്ഛന് തന്നോടുള്ള ശത്രുത, അതുകൊണ്ട് തന്നെ അയാൾ ഒരിക്കലും പരാതി പിൻവലിക്കില്ല എന്ന് അവൻ അറിയാം. ഞാൻ അമ്മയെ കൊണ്ട് സൈൻ ചെയ്യിച്ചു, നിനക്ക് വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ, കാരണം നീയാണ് എൻ്റെ യഥാർത്ഥ കൂട്ടുകാരൻ എന്ന് ചിസക്വാൻ അവനോട് പറയുന്നു. സ്റ്റഡി റൂമിൽ ഇരിക്കുമ്പോഴാണ് സൊങ്യോന് ജോങ്ങിന്റെ കോൾ വന്നത്. സൊങ്യോൻ അവരുടെ അടുത്തേക്ക് പോകുന്നു. അവരവനോട് ചിൽസങ് ബോസിന് സുഖമായി, നിന്നെക്കുറിച്ച് ബോസ് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് അടുത്തു തന്നെ നിന്നെ കാണാൻ ബോസ് വരുമെന്ന് അവർ പറഞ്ഞതും ബോസിന് സുഖമായി എന്ന് കേട്ടപ്പോൾ തന്നെ സൊങ്യോന് സന്തോഷമാകുന്നു. അവൻ അവരോട് ചെയർമാനെ പറ്റിയും ലീയെ പറ്റിയും ചോദിച്ചതും അവരെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ നീ പേടിക്കണ്ട, നീ ഇപ്പോൾ എക്സാമിൽ ശ്രദ്ധിക്ക്, ഈ കാര്യം ഓർത്ത് ടെൻഷൻ ആവേണ്ട, നിന്നെ ഞങ്ങൾ ഒരിക്കലും ജുവനൈൽ ഹോമിലേക്ക് അയക്കില്ല, എന്തിനും ഏതിനും ഞങ്ങളുണ്ടാവും നിന്റെ കൂടെ എന്നവർ അവനോട് പറയുന്നു. പിറ്റേ ദിവസം നടന്ന ക്ലാസ് ടെസ്റ്റിൽ സൊങ്യോൻ നല്ല മാർക്ക് വാങ്ങിക്കുന്നു. അവന്റെ ഫോണിലേക്ക് പോലീസിന്റെ മെസ്സേജ് വന്നതും അവൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവനെ തബുക്കി കഴിക്കാൻ വിളിച്ചത്. അവൻ അവളോട് എനിക്ക് ഇന്ന് എന്തായാലും നിന്റെ കൂടെ വരാൻ കഴിയില്ല, എനിക്ക് അത്യാവശ്യമായി മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് നടന്നതും പെട്ടെന്നാണ് സൊങ്യോൻ എന്ന് വിളിച്ച് ഒരു പെൺകുട്ടി ക്ലാസ്സിലേക്ക് വന്നത്. അത് സ്റ്റഡി റൂമിൽ വെച്ച് അവന് ജ്യൂസ് കൊടുക്കുന്ന പെണ്ണായിരുന്നു. അവളും അവനെ തബോക്കി കഴിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിലും എനിക്കിപ്പോൾ സമയമില്ല, പിന്നീട് ഒരിക്കലാവാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. സൊങ്യോൻ അവിടെ നിന്ന് പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. സൊങ്യോന്റെ കേസ് പ്രോസിക്യൂഷനിലേക്ക് ഇത്ര വേഗത്തിലെത്തിയതിനെ പറ്റി അവർ സംസാരിക്കുമ്പോഴാണ് സൊങ്യോന്റെ ഫോണിലേക്ക് അടുത്ത ദിവസം തന്നെ പ്രോസിക്യൂഷൻ ഓഫീസിലേക്ക് ഹാജരാകണമെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വന്നത്. പോലീസുകാരൻ അവനോട് പ്രോസിക്യൂഷനെ സ്വാധീനിക്കത്തക്കവണ്ണം ഈ കേസിൽ താല്പര്യമുള്ള ആരോ ഉണ്ട് എന്ന് പറയുന്നു. ചിസക്വാൻ സ്കൂൾ വയലൻസ് കമ്മിറ്റി റിപ്പോർട്ട് ക്യാൻസൽ ചെയ്തതിനെ പറ്റി ടീച്ചറും ചിസക്വാന്റെ അച്ഛനും സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് ടീച്ചറെ അന്വേഷിച്ച് ചിസക്വാൻ വന്നത്. അവൻ അച്ഛനെ കാണുന്നു. തന്റെ റൂമിലിരുന്ന് ഇന്ന് അവനോട് അച്ഛൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി അവൻ ആലോചിക്കുന്നു. ചിസക്വാനും അച്ഛനും മാറി നിന്ന് സംസാരിക്കുന്നു. ചിസക്വാന്റെ അച്ഛൻ അവനോട് നീ അമ്മയെ ഉപയോഗിച്ച് ഞാൻ കൊടുത്ത കംപ്ലൈന്റ് ക്യാൻസൽ ചെയ്യിച്ചല്ലേ, എന്നാൽ സൊങ്യോനെതിരെയുള്ള പുതിയ കേസ് പ്രോസിക്യൂഷന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് അവനെ ഞാൻ ജുവനൈൽ ഹോമിൽ പറഞ്ഞേക്കും, നീ അവനു വേണ്ടി എന്തെങ്കിലും ചെയ്താൽ പിന്നീട് നീ എൻ്റെ മകനായിരിക്കില്ല. അയാൾ പറഞ്ഞതെല്ലാം ആലോചിച്ച് സൊങ്യോനെ രക്ഷിക്കാൻ വേണ്ടി അവൻ ജീമിനെ കാണാനായി പോകുന്നു. ജീമിനോടായി അവൻ, സൊങ്യോനെ രക്ഷിക്കാനായി ഒരു മാർഗമേ ഉള്ളൂ, നീ സമ്മതിക്കണം, നിങ്ങളാണ് സൊങ്യോനെ ബുള്ളി ചെയ്തതെന്ന്, അവൻ വിക്ടിമാണെന്ന്, തെളിവുകളെല്ലാം ശേഖരിച്ച് പ്രോസിക്യൂഷൻ ഓഫീസിലേക്ക് നീ വരണം എന്നവൻ പറഞ്ഞതും ജീമിൻ അത് സമ്മതിക്കുന്നില്ല. അത് കണ്ട് ചിസക്വാൻ അവനോട്
ജീമിന് വേണ്ടി സോങ്യോൻ ചെയ്ത കാര്യങ്ങളെപ്പറ്റി പറയുന്നു. ജീമിൻ ചിസക്വാൻ പറഞ്ഞതെല്ലാം ആലോചിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് വഴിയിൽ വെച്ച് അവൻ അവൻ്റെ ഫ്രണ്ടിനെ കാണുന്നത്. അവർ തമ്മിൽ സംസാരിക്കുന്നു. രാത്രിയിൽ തനിയെ ഇരിക്കുന്നുണ്ടായ ജീമിൻ്റെ അടുത്തേക്ക് സോങ്യോൻ വന്നിരുന്നതും ജീമിൻ എഴുന്നേറ്റ് സോങ്യോൻ്റെ അടുത്തേക്ക് പോയി അവനോടായി, എനിക്കറിയാം ഞാൻ അവിടെ വന്ന് സത്യങ്ങളെല്ലാം പറഞ്ഞാൽ നീ രക്ഷപ്പെടും. പക്ഷേ എനിക്ക് പേടിയാ. എനിക്ക് കോളേജിൽ പഠിക്കണമെന്നുണ്ട്. എനിക്കറിയാം എൻ്റെ മാർക്കിന് അതെനിക്ക് കിട്ടില്ല എന്ന്. പക്ഷേ സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ആകണമെന്ന് എനിക്കുണ്ട്. എന്നോട് നീ ക്ഷമിക്ക് എന്ന് പറഞ്ഞ് കരഞ്ഞതും സോങ്യോൻ അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തി. നീ പേടിക്കേണ്ട, ജുവനൽ ഹോമിലേക്ക് നീ പോവില്ല. പക്ഷേ നീ ഇപ്പോൾ സോറി പറഞ്ഞത് തെറ്റായ ആളോടാണ്. നീ സോറി പറയേണ്ട ആൾ തിരിച്ചു വരും. അപ്പോൾ നീ അവനോട് സോറി പറയണം. നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ച് അവൻ ജീമിനെയും കൂട്ടി ഫുഡ് കഴിക്കാനായി പോകുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അവൻ ജീമിനോടായി, ആളുകൾക്ക് മാറാൻ പറ്റില്ല എന്നാണ് പറയുക. പക്ഷേ നീ മാറണം. നിന്റെ ഗ്രാജുവേഷൻ സെറിമണി ഫംഗ്ഷനിൽ നീ ഒരു നന്മയുള്ള മനുഷ്യനായി പങ്കെടുക്കണം എന്നവൻ പറയുന്നു. ജീമിൻ അവിടെ നിന്ന് ഇറങ്ങിയതും പിന്നാലെ ഇറങ്ങിയ സോങ്യോനോട്, നീ എന്തിനാ എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചതെന്ന് ചോദിച്ചതും, നിന്നെ കണ്ടപ്പോൾ വിശന്നിരിക്കുന്നതായി എനിക്ക് തോന്നി, അതുകൊണ്ടാ എന്ന് പറഞ്ഞ് സോങ്യോൻ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. അവൻ ചിസക്വാനെ വിളിച്ച്, നിന്റെ അച്ഛനാണ് അത് ചെയ്തതെന്ന് എനിക്കറിയാം. അത് നിന്റെ തെറ്റല്ല. സോങ്യോൻ തിരിച്ചു വരുമ്പോഴേക്കും പൂർത്തിയാക്കാൻ എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് നേടാനായില്ലെങ്കിലും നിന്നെപ്പോലൊരു നല്ല ഫ്രണ്ടിനെ ഞാൻ നേടിയെന്നവൻ പറയുന്നു. ജീമിൻ ആണെങ്കിൽ സോങ്യോൻ പറഞ്ഞ ഓരോ വാക്കുകളും ആലോചിച്ച് കരയുന്നു. സോങ്യോൻ ഉണർന്നപ്പോൾ കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന അമ്മയെയാണ്. അവർ സംസാരിക്കുന്നു. അമ്മ അവന് ലീ എവിടെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതുപ്രകാരം ജോങ്ങും ദോങ്സോവും അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. ജീമിൻ വീടെല്ലാം വൃത്തിയാക്കി തൻ്റെ സിസ്റ്ററിന് കഴിക്കാനായി ഭക്ഷണം ഉണ്ടാക്കി വെച്ച് ഒരു കുറിപ്പും എഴുതിയൊട്ടിച്ച് അവൻ അവിടെ നിന്ന് പോകുന്നു. സോങ്യോനും ചിസക്വാനും പ്രോസിക്യൂട്ടർ ഓഫീസിലേക്ക് പോകുന്നു. ഇതേസമയം ദോങ്സുവും ജോങ്ങും ലീയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. അവർ അത് സോങ്യോനെ വിളിച്ച് പറയുന്നു. അപ്പോഴാണ് അവിടേക്ക് ജീമിൻ കയറി വന്നത്.